Students, today we are going to discuss about delta modulation. So, in the previous videos we have discussed about PCM, differential PCM, etc. In the case of PCM, all the bits which are used to sample are transmitted. So, bandwidth required for pulse code modulation schemes is very high. To overcome this, delta modulation is used. That means delta modulation transmits only 1 bit per sample, so the bandwidth requirement is reduced. Present sample is compared with, in the case of delta modulation, present signal sample is compared with the previous signal sample, and the result, whether the amplitude is increased or decreased, is transmitted. And here we are using the fixed step size, and the difference, if present signal is m of t, the difference between m of t and the staircase approximation m q of t is confined to two levels, that is minus delta and plus delta. See, pulse code modulation കേസിലാണെങ്കിൽ നമ്മൾ സിഗ്നലിന് ആദ്യം സാമ്പിൾ ചെയ്യും. ഓരോ സാമ്പിൾസിനെയും നമ്മൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ 2 ബിറ്റ്സ് ആവാം, 4 ബിറ്റ്സ് ആവാം, അങ്ങനെ എത്ര ബിറ്റ് വേണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സാമ്പിൾസിനനുസരിച്ച് നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്യുന്നതും വ്യത്യാസപ്പെടും. അപ്പോൾ അങ്ങനെ എല്ലാ സാമ്പിൾസിനെയും സെൻഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് PCM സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും ബാൻഡ് വിഡ്ത്ത് നമുക്ക് അത്യാവശ്യമില്ല. ചില സമയത്ത് ഒരേ സാമ്പിൾ തന്നെ ഒരേ വാല്യൂ ഉള്ള സാമ്പിൾസ് തന്നെ സെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരുപാട് ബിറ്റ്സ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെറിയൊരു ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് കുറവുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് എന്ത് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിലാണെങ്കിൽ ഓരോ സാമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബിറ്റ് മാത്രമാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ബ്ലോക്ക് ഡയഗ്രാം വരുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു സിഗ്നൽ ഉണ്ടാവും. ആ സിഗ്നൽ നമ്മൾ ആദ്യം സാമ്പിൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സാമ്പിൾ പ്രീവിയസ് സാമ്പിളും തമ്മിലുള്ളൊരു കമ്പാരിസൺ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മളെന്താ ചെയ്തത്, അവിടെ ഒരു കമ്പാരിസൺ പ്രോസസ്സ് നടക്കുന്നത്. കാരണം റിഡൻഡൻറ്റ് ഇൻഫോർമേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് കമ്പാരിസൺ പ്രോസസ്സ് നടക്കുന്നുണ്ട് പ്രസൻറ്റും പ്രീവിയസും തമ്മിൽ. ഇവിടെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് സാമ്പിൾ പ്രീവിയസ് സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ റിസൾട്ട് എന്തായിരിക്കാം, അത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ റിസൾട്ട് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താവാം നെഗറ്റീവ് ആവാം, അല്ലേ? അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് ഒന്നുകിൽ ആദ്യത്തെ സാമ്പിളിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലും രണ്ടാമത്തെ സാമ്പിളിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും, അല്ലേ? അല്ലെങ്കിൽ എന്താണ്, ആദ്യത്തെ സാമ്പിളിൻ്റെ വാല്യൂ കുറവും രണ്ടാമത്തെ സാമ്പിളിൻ്റെ വാല്യൂ കൂടുതലുമാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിറ്റ് മാത്രമേ നമ്മൾ സെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ബ്ലോക്ക് ഡയഗ്രത്തിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ, ഒരു സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഉള്ളൊരു സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ്റെ സ്റ്റെപ്പ് സൈസ് എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെന്താ ചെയ്യുന്നത്, ഒറിജിനൽ സിഗ്നൽ എം ഓഫ് ടിയും സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ നമ്മൾ MQ എന്ന് പറയും. അത് ക്വാണ്ടൈസ്ഡ് വേർഷൻ ഓഫ് ദി സിഗ്നലാണ്. അപ്പോൾ അതിന് 2 ലെവൽസിലാണ് കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ പ്ലസ് ഡെൽറ്റ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും മൈനസ് ഡെൽറ്റ ആയിരിക്കും. അതായത് സ്റ്റെയർ കേസ് ഇൻക്രീസിങ് സ്റ്റെയർ കേസ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് സൈസ് എന്തായിരിക്കും, പ്ലസ് ഡെൽറ്റ ആയിരിക്കും. അല്ലെങ്കിൽ ഡിക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഡിക്രീസിങ് ലെവൽ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റയിലേക്കായിരിക്കും കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ജസ്റ്റ് ഒരു ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റർ സൈഡിലുള്ള ബ്ലോക്ക് ഡയഗ്രാം ജസ്റ്റ് നിങ്ങളൊരു നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് സിഗ്നൽ സാമ്പിൾ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു കമ്പാരേറ്റർ ഉണ്ടായിരിക്കും. പിന്നെ ഒരു 1 ബിറ്റ് ക്വാണ്ടൈസർ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് അതിൻ്റെ താഴെ തന്നെ എന്താണ് ഒരു അക്യുമുലേറ്റർ സെക്ഷൻ ഉണ്ട്. അക്യുമുലേറ്റർ സെക്ഷനിൽ ഒരു സെറ്റ് ഇൻവേഴ്സ്, അതായത് ഡിലേ എലമെൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആഡറും ഉണ്ട്. അതായത് ഈ ഡിലേ എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന 1 ബിറ്റ് ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ടും നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് എന്ത് ചെയ്യും, അത് ഇവിടെ ഇങ്ങോട്ട് കമ്പാരേറ്ററിലേക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നെ 1 ബിറ്റ് ക്വാണ്ടൈസറിലൂടെ തന്നെ വന്ന് പിന്നെ എൻകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഡെൽറ്റ മോഡുലേഷൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നത്. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഓർത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓക്കെ, സോ ഇഫ് ദി ഡിഫറൻസ് ഈസ് പോസിറ്റീവ് ദെൻ അപ്രോക്സിമേറ്റ് സിഗ്നൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഡെൽറ്റ. അതായത് നമുക്ക് ഈ ഒരു വേവ് ഫോം തന്നെ നോക്കുമ്പോൾ ഇതാണ് നമ്മൾ ഒറിജിനൽ വേവ് ഫോം, അല്ലെങ്കിൽ ഒരു സിനുസോയ്ഡൽ വേവ് ഫോമാണ്. അപ്പോൾ ആദ്യത്തെ സാമ്പിൾ ഇതാണെന്ന് വരും. ഫസ്റ്റ് നമ്മളിപ്പോൾ എടുക്കുന്ന സാമ്പിൾ ഈ ഒരു പോയിന്റിലുള്ള സാമ്പിളാണ്. പ്രീവിയസ് സാമ്പിൾ എന്താണ്, ഇവിടെയുള്ളതാണ്, അല്ലേ? ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എന്താണ്
എം ഓഫ് ടി ഇതാണ്, എം ഓഫ് കുറച്ച് മുന്നേയുള്ള സാമ്പിൾ ഇതാണ് അല്ലേ. എം ഓഫ് ടി എന്ന് നമുക്ക് പറയാം അല്ലേ. സാമ്പിൾസ് എടുക്കുമ്പോൾ എന്താണ്, അത് ഡിസ്ക്രീറ്റ് ടൈം ആയി അല്ലേ. അപ്പോൾ എം ഓഫ് എൻ ആണെങ്കിൽ എം ഓഫ് എൻ മൈനസ് വൺ അതിന് തൊട്ട് പുറകിലുള്ള സാമ്പിളാണ്. അപ്പോൾ എം ഓഫ് എൻ മൈനസ് എം ഓഫ് എൻ മൈനസ് വൺ നമ്മൾ കാണും. അപ്പോൾ കറണ്ട് സാമ്പിളും പ്രീവിയസ് സാമ്പിളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, കറണ്ട് സാമ്പിൾ കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ വാല്യൂ മൈനസ് ഹയർ വാല്യൂ ആണ്, അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പോൾ സ്റ്റെപ്പ് സൈസ് എന്തായിരിക്കും, മൈനസ് ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഒരു സ്റ്റെപ്പ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് കുറഞ്ഞു വന്നു ഒരു സ്റ്റെപ്പ്. അപ്പോൾ കുറയുന്ന സ്റ്റെപ്പ് എത്രയാണ്, 1 സ്റ്റെപ്പ് ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസ് ഇപ്പോൾ നെഗറ്റീവ് ആകുന്ന കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇവിടെയൊക്കെ കുറഞ്ഞ് വരികയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കുക. ഇത് ഒരു സാമ്പിളാണ്, അതിന് ശേഷമുള്ള സാമ്പിൾ. അപ്പോൾ കറണ്ട് സാമ്പിൾ ഇതാണെന്ന് വിചാരിക്കുക, അതിന് തൊട്ട് പുറകുള്ള സാമ്പിൾ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കറണ്ട് സാമ്പിൾ കൂടുതലും പുറകുള്ള സാമ്പിൾ കുറവാണ് അല്ലേ. അപ്പോൾ കറണ്ട് സാമ്പിൾ മൈനസ് പ്രീവിയസ് സാമ്പിളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വാല്യൂ, എന്താണ് ഡിഫറൻസ് വാല്യൂ എന്താണ് കിട്ടുക, പോസിറ്റീവ് വാല്യൂ അല്ലേ. ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ ആണ്, അപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിഫറൻസ് ഈസ് പോസിറ്റീവ് ദെൻ അപ്രോക്സിമേറ്റ് സിഗ്നൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഡെൽറ്റ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ സാമ്പിൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കിയത്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് 1 സ്റ്റെപ്പ് ഇൻക്രീസ് ആണ്. അപ്പോൾ ഈ സാമ്പിളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1 സ്റ്റെപ്പ് ഇൻക്രീസ്. അത് എത്ര വാല്യൂ ആണ്, ഡെൽറ്റ എന്നുള്ള വാല്യൂലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കിലൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ ഒരു സാമ്പിൾ കൊടുത്ത്, ഈ പോയിന്റിലുള്ളൊരു സാമ്പിൾ കൊടുത്ത്, നമ്മൾ ഈ പോയിന്റിലുള്ളൊരു സാമ്പിൾ കൊടുത്തെന്ന് വിചാരിക്കുക. ഈ സാമ്പിൾ കറണ്ട് സാമ്പിളാണ്, ഇത് പ്രീവിയസ് സാമ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് കൂടുതലല്ലേ. അപ്പോൾ ദിസ് കറണ്ട് സാമ്പിൾ മൈനസ് പ്രീവിയസ് സാമ്പിൾ എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലാണുള്ളതെങ്കിൽ പോസിറ്റീവ് വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്. ഇവിടെ ഈ ഡെൽറ്റ ഫിക്സഡ് ആണ്, ഈ ഡെൽറ്റ ഫിക്സഡ് ആണ്. ഇനി കുറയുന്ന കേസ്, സിഗ്നൽ കുറയുന്ന കേസിൽ എന്തായിരിക്കും, കറണ്ട് സാമ്പിൾ മൈനസ് പ്രീവിയസ് സാമ്പിൾ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ എന്താവും, വാല്യൂ ഡിഫറൻസ് നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ മൈനസ് ഡെൽറ്റ എന്നുള്ള വാല്യൂയിലേക്ക് ഡിക്രീസ്. അപ്പോൾ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ കുറയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കും, ഡിക്രീസ് ചെയ്യുന്ന ഒരു സ്റ്റെയർ കേസ് അപ്രോക്സിമേഷനാണ് കിട്ടുക. ഇവിടെ നിന്ന് എന്താണ്, ഓരോ സാമ്പിൾ എടുക്കും ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റെയർ കേസ് അപ്രോക്സിമേഷനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ ഇൻക്രീസ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ ഒരു വാല്യൂ കിട്ടും. പിന്നെ കുറേ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന സാമ്പിൾ കിട്ടണം. അപ്പോൾ അതുവരെ അതേ വാല്യൂ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സാമ്പിൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് അടുത്ത സാമ്പിൾ വരെ അതേ വാല്യൂയിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്കതൊരു സ്റ്റെയർ കേസ് അപ്രോക്സിമേറ്റഡ് വേവ് കിട്ടും. സിഗ്നൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസിങ് സ്റ്റെയർ കേസ്, അസെൻഡിങ് സ്റ്റെയർ കേസ് കിട്ടും. സിഗ്നൽ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിസെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ കിട്ടും. ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കുക. ഇവിടെ ഇതാണ് കറണ്ട് സാമ്പിൾ, ഇത് പ്രീവിയസ് സാമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ കുറച്ച് കൂടുതലാണ് അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് സൈസ് കൂടും. അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുമ്പോൾ കുറച്ചൊരു സ്റ്റെപ്പ് സൈസ് കൂടിയിട്ടുള്ള വേവ് ഫോം കിട്ടും. അപ്പോൾ നെക്സ്റ്റ് സാമ്പിൾ ഏകദേശം അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അതായത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ കൂടും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. ചെറിയൊരു വ്യത്യാസം മാത്രം കിട്ടും. ഓക്കെ, ഇത്രയാണ് ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിൽ സ്റ്റെയർ കേസ് വേവ് കിട്ടുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ടറി അതിലുണ്ടായിരിക്കും ഡെൽറ്റ മോഡുലേഷൻ്റെ സർക്യൂട്ടറി. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സ് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇവിടെ 0 ആണ് ഫസ്റ്റ് കിട്ടുക അല്ലേ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ, if the difference is negative then approximated signal is reduced by delta. ഓക്കെ, ഡിഫറൻസ് നെഗറ്റീവ് ആകുമ്പോൾ കറണ്ട് സാമ്പിളും പ്രീവിയസ് സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് നെഗറ്റീവ് ആകുമ്പോൾ സിഗ്നൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡെൽറ്റ വാല്യൂ ഡിക്രീസ് ചെയ്യും. വെൻ ദി സ്റ്റെപ്പ് ഈസ് റെഡ്യൂസ്ഡ്, അപ്പോൾ നമ്മൾ അതിന് സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡെൽറ്റ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. വെൻ ദി സ്റ്റെപ്പ് ഈസ് റെഡ്യൂസ്ഡ് 0 ഈസ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ ഡെൽറ്റ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 0 വാല്യൂ ഈസ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ നമ്മൾ എന്താണ്, സാമ്പിൾ വാല്യൂ ഒന്നുമല്ല സെൻഡ് ചെയ്യുന്നത്, സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യുമ്പോൾ 0 എന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ചെയ്യും, ഇഫ് ദി സ്റ്റെപ്പ് ഈസ് ഇൻക്രീസ്ഡ് 1 ഈസ് ട്രാൻസ്മിറ്റഡ്. സോ നമ്മൾ ഡെൽറ്റ മോഡുലേഷൻ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞത്, വി വിൽ ബി സെൻഡിങ് 1 ബിറ്റ് പെർ സാമ്പിൾ എന്നാണ്. ഇതിന് മുന്നേയുള്ള PCMലൊക്കെ എത്രയാണ്, ഓരോ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ, കോഡഡ് വാല്യൂ ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമല്ല. 2 സാമ്പിൾസ് തമ്മിൽ, കറണ്ട് പ്രീവിയസ് സാമ്പിൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കും. അത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, 1 ട്രാൻസ്മിറ്റ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യും, 0 ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പെയുള്ള സ്റ്റെപ്പാണ് ഈ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ. പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ സ്റ്റെപ്പ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, when the step is reduced 0 is transmitted, if the step is increased 1 is transmitted. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ നോക്കാം. ഇവിടെ നോക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത സാമ്പിൾ ഇവിടെയാണ്. ഇവിടെ ഒരു സാമ്പിൾ, ഇവിടെ ഒരു സാമ്പിൾ.
ഈ സാമ്പിളിൻ്റെ വാല്യൂ കുറവാണ് അല്ലേ, കറണ്ട് സാമ്പിളിൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് എന്താണ് നെഗറ്റീവ് വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ പ്ലസ് മൈനസ് ഡെൽറ്റ വാല്യൂ കുറയും, ഇൻക്രീസ്, അതായത് ഡെൽറ്റ വാല്യൂ ഡിക്രീസ് ചെയ്തു. ഇത് അതേ വാല്യൂവിൽ തന്നെ ഈ ഒരു പോയിന്റ് ഈ സാമ്പിൾ വാല്യൂ വരെ നിൽക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സാമ്പിൾ നോക്കുമ്പോൾ അതും കുറവാണ്, അപ്പോൾ ഡെൽറ്റ വാല്യൂ ഡിക്രീസ് ചെയ്യും, ആ പോയിന്റിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു പോയിന്റിൽ എന്താണ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് 0 ആണ് ട്രാൻസ്മിറ്റ്, അപ്പോൾ 0 വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഈ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഈ സാമ്പിൾ മുതൽ ഈ സാമ്പിൾ വരെ എന്ത് വാല്യൂ ആണ് ട്രാൻസ്മിറ്റ്, 0 എന്നുള്ള വാല്യൂ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലാണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡഡ് വേർഡല്ല ട്രാൻസ്മിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ എന്താണ് സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നോക്കുമ്പോൾ സ്റ്റെപ്പ് സൈസ് എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുക, 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സാമ്പിൾ വാല്യൂവിനേക്കാൾ ഒരു കുറച്ചൊരു പോയിന്റ് കൂടുതലാണെന്ന് ഇവിടെയുള്ള വാല്യൂ. അപ്പോൾ ഞാൻ പ്ലസ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്ത് സ്റ്റെപ്പ് സൈസ്, അപ്പോൾ പ്ലസ് ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് സെൻഡ് ചെയ്യുക, 1 ആണ് സെൻഡ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ മൈനസ് ഡെൽറ്റ ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് 0 ട്രാൻസ്മിറ്റ് ചെയ്യും. അടുത്ത പോയിന്റ് മുതൽ എന്താണ് സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ കറണ്ട് സാമ്പിൾ പ്രീവിയസ് സാമ്പിൾ നമ്മൾ ഡിഫറൻസ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 1 ട്രാൻസ്മിറ്റ് ചെയ്ത്, അടുത്ത പോയിന്റിൽ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 1, നെക്സ്റ്റ് ഓൾസോ 1, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 1, 1. ഈ ഒരു പോയിന്റ് നോക്കുക, ഇവിടെ എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു പോയിന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ വെച്ച് കുറച്ച് ഇനി ഡിക്രീസ് ചെയ്യാനായിട്ടാണ് വിളിച്ചത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്താണ് സ്റ്റെപ്പ് സൈസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറയുമ്പോൾ എന്താണ് 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സാമ്പിളും എന്താണ് കുറവാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് ഒരേപോലെ നിൽക്കുന്ന ഒരു പോയിന്റിൽ 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് പിന്നെ എന്തായിരിക്കും 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക, പിന്നെ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 1, പിന്നെ നെക്സ്റ്റ് സെക്ഷൻ മുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൈനസ് ഡെൽറ്റയാണ് സെൻഡ് ചെയ്യുക, മൈനസ് ഡെൽറ്റയാണ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ മൈനസ് ഡെൽറ്റ റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട കാര്യം, വെൻ ദി സ്റ്റെപ്പ് ഈസ് റെഡ്യൂസ്ഡ് 0 ഈസ് ട്രാൻസ്മിറ്റഡ്, ഇഫ് ദി സ്റ്റെപ്പ് ഈസ് ഇൻക്രീസ്ഡ് 1 ഈസ് ട്രാൻസ്മിറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ ഷോസ് ദി അനലോഗ് സിഗ്നൽ m of t and its staircase approximate signal by the delta modulator. You should draw this diagram. Okay, നെക്സ്റ്റ് അതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലും എക്സ്പ്ലനേഷനിലായിട്ടാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്, ലെറ്റ് m of t ഡിനോട്ട് ഇൻപുട്ട് മെസ്സേജ് സിഗ്നൽ ആൻഡ് m q of t ഡിനോട്ട് ദി സ്റ്റെയർകേസ് അപ്രോക്സിമേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചു. അപ്പോൾ m of t എവിടെയാണ്, m q of t എവിടെയാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് m of t എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ കൊടുക്കുന്ന ഒറിജിനൽ സിഗ്നലാണ്, ഇൻപുട്ട് സിഗ്നലാണ് m of t. അതിനെ സാമ്പിൾ ചെയ്തിട്ടുള്ള സിഗ്നലാണ് ഇവിടെ m of n എന്ന് കാണിച്ചിരിക്കുന്നത്. m of t ഇവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, m of t ഒറിജിനൽ മെസ്സേജ് സിഗ്നലാണ്, ദാറ്റ് ഈസ് ഫസ്റ്റ് സാമ്പിൾഡ്, ദെൻ വി വിൽ ഒബ്റ്റെയിൻ ദി സാമ്പിൾഡ് സിഗ്നൽ m of n, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഫൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ m of n ആൻഡ് m q of n minus 1. അപ്പോൾ അതിൽ തന്നെ m q of n minus എന്ന് പറഞ്ഞാൽ പ്രീവിയസ് സാമ്പിളാണ് n minus 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. m q of n minus 1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസ് ചെയ്തതിന് ശേഷം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അക്യുമുലേറ്റീവ് ആയിട്ടാണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് ഇവിടെ നോക്കുക നിങ്ങൾ, m q of n എന്നുള്ള പോയിന്റ് ഇവിടെയാണ് കിട്ടുന്നത്. അതായത് ഇവിടെ e of n എറർ സിഗ്നലിലെ 1/2 ക്വാണ്ടൈസിലൂടെ പാസ് ചെയ്യുമ്പോൾ ക്വാണ്ടൈസ് വേർഷൻ ഓഫ് എറർ സിഗ്നൽ കിട്ടും. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെഡ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഡിലേ എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, m q of n കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. m of t ഇൻപുട്ട് മെസ്സേജ് സിഗ്നൽ ആണെങ്കിൽ m q of t ഡിനോട്ട് സ്റ്റെയർകേസ് അപ്രോക്സിമേഷൻ. അപ്പോൾ നമ്മൾ അതായത് ഇവിടെ m of t ഇൻപുട്ട് സിഗ്നലായി ഇതാണെങ്കിൽ സ്റ്റെയർകേസ് അപ്രോക്സിമേഷൻ ആണ് എന്ത് പറയുന്നത്, m q of t എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ m of n എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്രീറ്റ് വേർഷൻ ഓഫ് m of t ആണ്. അതിനെ നമുക്ക് m of n m of nts എന്ന് വിചാരിക്കാം. n എന്ന് പറയുന്നത് 0 to ±1 ±2 എന്ന് വിചാരിക്കാം. t സാമ്പിളിംഗ് പീരീഡ് ആണ്. m of അതിൽ e of n എന്നുള്ള എറർ സിഗ്നൽ ഏതിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ്, m of n മൈനസ് m q of n മൈനസ് 1 ആണ്. അത് ആ ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. e of n is obtained by the difference between m of n and m q of n minus 1. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടൈസ് വേർഷൻ e q of n എങ്ങനെയാണ് കിട്ടുക, 1/2 ക്വാണ്ടൈസിൻ്റെ ഔട്ട്പുട്ടാണ് e q of n എന്ന് പറയുന്നത്. e q എന്ന് പറയുന്നത് 1/2 ക്വാണ്ടൈസിൻ്റെ ഔട്ട്പുട്ടിലുള്ള ഫംഗ്ഷൻ ഇതായിരിക്കും, ഡെൽറ്റ ഇൻറ്റു SGN e of n. SGN എന്ന് പറഞ്ഞാൽ സിഗ്നം ഫംഗ്ഷനാണ്.
സിഗ്നൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. SGN ഓഫ് ടി എന്ന് പറയുന്നത് ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1 ആവും, ടി ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താണ് -1 ആവും. അപ്പോൾ ഇ ക്യു ഓഫ് എന്നിന് 1/2 ക്വാണ്ടൈസർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഡെൽറ്റ ഇൻറ്റു SGN ഇൻറ്റു ഇ ഓഫ് എൻ എന്ന് പറയുന്നത്. സോ ഇ ഓഫ് എൻ ഈസ് എറർ സിഗ്നൽ റെപ്രസെൻറ്റിംഗ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് സാമ്പിൾ എം ഓഫ് എൻ of the input signal and the latest approximation mq of n-1. SGN is the signal function. ഇനി mq of n നമുക്ക് എങ്ങനെ എഴുതാം? mq of n-1 പ്ലസ് eq of n എന്ന് എഴുതാം. അതായത് അത് ആ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് mq of n എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള ആഡറിൻ്റെ ഔട്ട്പുട്ടാണല്ലോ. അതെങ്ങനെയാണ് കിട്ടുന്നത്? mq of n-1 അതുപോലെ തന്നെ എന്താണ് eq of n ആഡ് ചെയ്തിട്ടാണ് ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ mq of n എന്ന് പറയുന്നത് mq of n-1 പ്ലസ് eq of n ആണ്. eq of n എന്ന് പറയുന്നത് എന്തായിരിക്കും? എറർ സിഗ്നലിൻ്റെ ക്വാണ്ടൈസ്ഡ് വേർഷൻ ആയിരിക്കും അല്ലേ? അത് ആ ഡയഗ്രത്തിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരും. ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു കമ്പറേറ്റർ ഉണ്ട്, ക്വാണ്ടൈസർ ഉണ്ട്, അക്യുമുലേറ്റർ ഉണ്ട്. നോക്കാം. ഒരു കമ്പറേറ്റർ ബ്ലോക്ക് ഡയഗ്രത്തിൽ മെയിൻ സെക്ഷൻ സാമ്പിളറിലൊക്കെ ഇവിടെയാണ് മെയിൻ സെക്ഷൻ. ഇതിൽ നിന്ന് മറ്റുള്ള വ്യത്യാസം ഒരു കമ്പറേറ്റർ ഉണ്ട്, 1 ബിറ്റ് ക്വാണ്ടൈസർ ഉണ്ട്, പിന്നെന്താണ് ഒരു അക്യുമുലേറ്റർ ഉണ്ട്. അക്യുമുലേറ്ററിൽ നിന്നുണ്ട് ഒരു ഡിലേ എലമെൻറ്റും കൂടി ഉണ്ട്. ഓക്കെ, so block diagram consists of a comparator, quantizer and accumulator. സെറ്റ് ഇൻവേഴ്സ് ഞാൻ ഇവിടെ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രീതിയിൽ സെറ്റ് ഇൻവേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ഇൻവേഴ്സ് റെപ്രസെൻറ്റ്സ് ഡിലേ എലമെൻറ്റ്, യൂണിറ്റ് ഡിലേ എലമെൻറ്റ്. അപ്പോൾ അത് എത്ര ഡിലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സാമ്പിളിംഗ് പീരീഡിൻ്റെ ഡിലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കറണ്ട് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു സാമ്പിളിംഗ് പീരീഡിൻ്റെ ഡിലേ അതിന് കൊടുക്കും. അതായത് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ കറണ്ട് സാമ്പിളും പ്രീവിയസ് സാമ്പിളാണ് വേണ്ടത് അല്ലേ? അപ്പോൾ പ്രീവിയസ് സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സാമ്പിളിംഗ് പീരീഡ് ബാക്കിലായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡിലേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിലേ എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെ ഒരു സാമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? പ്രീവിയസ് സാമ്പിളായിട്ട്. അപ്പോൾ ആ ഒരു 1 ബിറ്റ് പ്രീവിയസ് സാമ്പിൾ ജസ്റ്റ് തൊട്ട് പുറകിലുള്ള സാമ്പിളാണ്. അതായത് അത് എത്ര ഒരു സാമ്പിളിംഗ് പീരീഡ് ബാക്കിലായിരിക്കും. അപ്പോൾ ആ ഒരു സാമ്പിളിംഗ് പീരീഡിൻ്റെ ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റ് ഇൻവേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്പറേറ്റർ കമ്പ്യൂട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 ഇൻപുട്ട്സ്. അപ്പോൾ കമ്പറേറ്റർ നമ്മൾ കഴിഞ്ഞ PCM ഡിഫറൻഷ്യൽ PCM കണ്ടിട്ടുള്ള ഒരു കമ്പറേറ്റർ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. കമ്പറേറ്റർ കമ്പ്യൂട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻപുട്ട്സ്. 2 ഇൻപുട്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കമ്പറേറ്റർ കാണുന്നത്. ഇവിടെ ഏതൊക്കെയാണ് ഇൻപുട്ട്? M of n എന്നുള്ള ഇൻപുട്ടും ഉണ്ട്, mq of n-1 എന്നുള്ള ഇൻപുട്ടും ഉണ്ട്. ഓക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആര് കണ്ടുപിടിക്കുന്നത്? കമ്പറേറ്റർ കണ്ടുപിടിക്കുന്നത്. ഈ ക്വാണ്ടൈസർ ഔട്ട്പുട്ട് ഈസ് ദെൻ അപ്ലൈഡ്. എന്നിട്ട് ആ ഡിഫറൻസിന് എന്ത് ചെയ്യും? നമ്മൾ 1 ബിറ്റ് ക്വാണ്ടൈസറിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ബിറ്റ് ക്വാണ്ടൈസർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? eq of n ആണ്. അപ്പോൾ ആ eq of n എവിടെ കൊടുക്കും? നമ്മൾ അക്യുമുലേറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കും. അക്യുമുലേറ്ററിൽ എന്തുണ്ട്? ഒരു ആഡറും ഉണ്ട്, അതുപോലെ തന്നെ ഡിലേ എലമെൻറ്റും ഉണ്ട്. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് mq of n എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഇൻറ്റു സിഗ്മ i = 1 to n SGN of e of i ആണ്. അപ്പോൾ ഡെൽറ്റ ഇൻറ്റു SGN of e എന്ന് പറയുന്നത് ഡെൽറ്റ ഇൻറ്റു SGN of e of n എന്ന് പറയുന്നത് eq ആണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്താൽ നമുക്ക് സിഗ്മ i = 1 to n eq of i എന്ന് എഴുതാം. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് eq ആണ്. അപ്പോൾ ഇവിടെ i എന്നുള്ള വേരിയബിൾ വരുന്നത് കൊണ്ട് eq of i എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ mq of n എന്ന് പറയുന്നത് സിഗ്മ i = 1 to n eq of i എന്ന് പറയുന്നത് ക്വാണ്ടൈസർ ഔട്ട്പുട്ട് അക്യുമുലേറ്ററിൽ കൊടുക്കും. അപ്പോൾ അക്യുമുലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് mq of n എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വാണ്ടൈസർ ഔട്ട്പുട്ട് ഇതാണ്, eq of n ആണ്, അത് അക്യുമുലേറ്ററിൽ കൊടുക്കും. അക്യുമുലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് mq of n എന്ന് പറയുന്നത്. അത് പ്രോപ്പർ എന്ത് കൊടുക്കും? ഡിലേ കൊടുക്കുന്നതിന് ശേഷം mq of n എന്ന് പറയുന്നത് അക്യുമുലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ അറ്റ് ദി സാമ്പിളിംഗ് ഇൻസ്റ്റൻറ്റിന് അക്യുമുലേറ്റർ ഇൻക്രിമെൻറ്റ്സ് അപ്രോക്സിമേഷൻ ബൈ എ സ്റ്റെപ്പ് ഡെൽറ്റ ഇൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡ്യൂറേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദി അൾജിബ്രൈക് സൈൻ ഓഫ് ഇ ഓഫ് എൻ. സോ നമുക്കൊരു എറർ സിഗ്നൽ ഇ ഓഫ് എൻ കിട്ടിയില്ല. ഇ ഓഫ് എൻ ഒന്നുകിൽ എന്താവാം? പോസിറ്റീവ് ആവാം. കറണ്ട് സാമ്പിൾ കൂടുതലാകുമ്പോൾ പോസിറ്റീവ് ആകും. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് അക്യുമുലേറ്ററാണ് ചെയ്യുന്നത്. പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് എന്ത് ചെയ്യും? ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇനി ഡിക്രീസ് ചെയ്യണം. ഇ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇ ഓഫ് എൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അക്യുമുലേറ്ററിൻ്റെ മൈനസ് ഡെൽറ്റ സ്റ്റെപ്പ് എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? അക്യുമുലേറ്ററാണ്. കാരണം അക്യുമുലേറ്ററിൻ്റെ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പ്ലസ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും ഡെൽറ്റ എന്നുള്ള ഫംഗ്ഷൻ അതിനോട് കാണിച്ചിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ റിസൾട്ടിലാണ് എന്ത് ചെയ്യുന്നത്? പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പും മൈനസ് ഡെൽറ്റ സ്റ്റെപ്പും മിക്സ് ചെയ്യപ്പെടുന്നത്. അതായത് ഒന്നുകിൽ എറർ സിഗ്നൽ കൂടുകയാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് സിഗ്നലിൽ കൂട്ടും, അല്ലെങ്കിൽ അക്യുമുലേറ്ററിൻ്റെ
എറർ സിഗ്നൽ കുറവാണെങ്കിൽ മൈനസ് ഡെൽറ്റ സ്റ്റെപ്പ് കുറക്കും. അതെല്ലാം ആരാണ് ചെയ്യുന്നത്? അക്യുമുലേറ്ററാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പറഞ്ഞു സാമ്പിൾഡ് സിഗ്നൽ കൊടുക്കും, കമ്പറേറ്റർ ഫൈൻഡ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾഡ് സിഗ്നൽ ആൻഡ് പ്രീവിയസ് സാമ്പിൾ ആൻഡ് കറസ്പോണ്ടിങ്ങിലി 1 to 2 ക്വാണ്ടൈസർ ഔട്ട്പുട്ട് വിൽ പ്രൊഡ്യൂസ് ഐദർ, അതായത് എറർ സിഗ്നൽ നമുക്കൊരു സിഗ്നൽ കിട്ടില്ല, പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. മൈനസ് ഡെൽറ്റ കൂടുതലാണെങ്കിൽ, അതായത് ഒരു ഡെൽറ്റ സ്റ്റെപ്പ് കുറയുകയാണെങ്കിൽ, മൈനസ് ഡെൽറ്റ കൂടുകയാണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ സ്റ്റെപ്പ് കുറയാന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യും? 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 0 കോണ്ടൻസർ ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. പിന്നെ അതിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻകോഡ് ചെയ്തിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ അക്യുമുലേറ്ററിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു സംഭവം, ഇതിൽ ഔട്ട്പുട്ട് 1 to 2 കോണ്ടൻസറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ആ ഔട്ട്പുട്ട് കൊടുക്കുമ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രീവിയസ് സാമ്പിൾ ഡിലേ നൽകി പ്രീവിയസ് സാമ്പിൾ ക്വാണ്ടിഫൈ ചെയ്ത് പ്രീവിയസ് സാമ്പിൾ നമുക്ക് ഈ അക്യുമുലേറ്ററിൻ്റെ സൈഡിൽ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിസീവർ ബ്ലോക്ക് ഡയഗ്രാം. റിസീവർ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ലെറ്റസ്. റിസീവർ ട്രാൻസ്മിറ്റർ സൈഡിൽ എൻകോഡർ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റിസീവർ സൈഡിൽ എന്തുണ്ടായിരിക്കും? ഡീകോഡർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഡീകോഡറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡെൽറ്റ മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? VP(n) ആയിരിക്കും അല്ലേ. അപ്പോൾ റിസീവർ ബ്ലോക്ക് ഡയഗ്രത്തിൽ മെയിനായിട്ട് എന്താണുള്ളത്? ഡീകോഡർ ഉണ്ടായിരിക്കും. പിന്നെന്താണ് മെയിൻ സംഭവം? അക്യുമുലേറ്റർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് ലോ പാസ് ഫിൽട്ടർ. So it consists of accumulator and low pass filter along with the decoder. And accumulator, what is the function of accumulator? Accumulator, as in the previous case, it generates the staircase signal output, and that staircase signal is delayed by the TS second, that is obtained by the delay element set inverse. Then this signal is added to the input signal. സോ നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കാം. ഡീകോഡർ സിഗ്നലാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു അക്യുമുലേറ്റർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ എലമെൻറ്റും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അക്യുമുലേറ്റർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയർകേസ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അക്യുമുലേറ്ററാണ്. അതായത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അക്യുമുലേറ്റർ നേരത്തെ ട്രാൻസ്മിറ്റർ സൈഡിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ പ്ലസ് ഡെൽറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ ഡിക്രീസ് ചെയ്യും. പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്യും, അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ ആഡ് ചെയ്യും. മൈനസ് ഡെൽറ്റ ആഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ടൈം ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു സിഗ്നലിൽ എന്ത് ചെയ്യുക? സ്റ്റെയർകേസ് സിഗ്നലിൽ ഇൻപുട്ട് സിഗ്നലായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് ദി ഇൻപുട്ട് ഈസ് ബൈനറി 1, ഇറ്റ് ആഡ്സ് പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് ടു പ്രീവിയസ് ഔട്ട്പുട്ട്. ഇഫ് ദി ഇൻപുട്ട് ഈസ് ബൈനറി 0, 1 സ്റ്റെപ്പ് ഡെൽറ്റ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഡിലേഡ് സിഗ്നൽ. സോ നമുക്ക് റിസീവ് ചെയ്യുന്ന സിഗ്നൽ 1 or 0 ഫോമാറ്റിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇൻപുട്ട് പ്ലസ് ഡെൽറ്റ ഈ അക്യുമുലേറ്റർ സ്റ്റെയർകേസ് അപ്രോക്സിമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലസ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇൻപുട്ട് ബൈനറി 1 ആണെങ്കിൽ പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് പ്രീവിയസ് ഔട്ട്പുട്ടായിട്ട് ആഡ് ചെയ്യും. ഇൻപുട്ട് ബൈനറി 0 ആണെങ്കിൽ ഡെൽറ്റ സ്റ്റെപ്പ് എന്ത് ചെയ്യും? പ്രീവിയസ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിൽ നിന്ന് ഡിക്രീസ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത ട്രാൻസ്മിറ്റർ സൈഡിൽ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ റിവേഴ്സ് പ്രോസസ് ആണ് നടക്കുന്നത്. ബൈനറി 1 കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് ആഡ് ചെയ്യപ്പെടും. 0 കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ഡെൽറ്റ സ്റ്റെപ്പ് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നേരത്തെ എന്തായിരുന്നു? പ്ലസ് ഡെൽറ്റ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ 1 ട്രാൻസ്മിറ്റ് ചെയ്യും, മൈനസ് ഡെൽറ്റ ഉണ്ടെങ്കിൽ 0 ട്രാൻസ്മിറ്റ് ചെയ്യും. ഇവിടെ എന്താണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്? 1 അല്ലെങ്കിൽ 0 ആണ് റിസീവ് ചെയ്യുക. അപ്പോൾ 1 ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്യും, 0 ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ സബ്ട്രാക്ട് ചെയ്യും. ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് നേരത്തെ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1ഉം മൈനസ് ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 സെൻഡ് ചെയ്ത് ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുന്ന 1ഉം 0 ഫോമാറ്റിലായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റയും മൈനസ് ഡെൽറ്റയും ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സിഗ്നലിന് ലോ പാസ് ഫിൽട്ടർ ഹാവിങ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഈക്വൽ ടു ഹയസ്റ്റ് ഫ്രീക്വൻസി ഇൻ m(t) സ്മൂത്തൻസ് ദി സ്റ്റെയർകേസ് സിഗ്നൽ ടു റീകൺസ്ട്രക്ട് ദി ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റെയർകേസ് അപ്രോക്സിമേറ്ററി സിഗ്നലാണ് ഈ അക്യുമുലേറ്ററിൽ കിട്ടുന്നത്. അതിന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ പാസ് ഫിൽറ്ററിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്മൂത്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ 1 or 0 ഫോമാറ്റിലാണ് കിട്ടുക. ഇത് അക്യുമുലേറ്ററിൽ കൊടുക്കുമ്പോൾ അക്യുമുലേറ്ററിൽ നിന്ന് സ്റ്റെയർകേസ് അപ്രോക്സിമേറ്ററി വേവ് ഫോം കിട്ടും. ആ വേവ് ഫോമിനെ സ്മൂത്തൻ ചെയ്ത് ഒറിജിനൽ സിനുസോയിഡൽ വേവ് പോലെ നമ്മൾ സെൻഡ് ചെയ്യുന്ന വേവ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ലോ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ മെസ്സേജ് സിഗ്നലിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെയിൻ there are 2 types of errors in the case of delta modulator. These 2 types of errors are slope overload distortion and granular noise. These are the 2 types of error in delta modulator. Quantization noise in the case of delta modulator is given by nq of n is equal to m of n plus
ക്യൂ ഓഫ് എൻ. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എം ക്യൂ ഓഫ് എൻ എങ്ങനെ കിട്ടുന്നത്, എം ഓഫ് എന്നിൻ്റെ കൂടെ ക്വാണ്ടൈസേഷൻ നോയ്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ക്വാണ്ടൈസേഷൻ നോയ്സ് കിട്ടുക. അപ്പോൾ ക്വാണ്ടൈസറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് എം ഓഫ് എൻ എന്ന് പറയുന്ന സാമ്പിളിൻ്റെ കൂടെ 1 ബിറ്റ് ക്വാണ്ടൈസർ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്, എം ക്യൂ ഓഫ് എൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എറർ സിഗ്നൽ എങ്ങനെയാണ് കിട്ടുന്നത്, ഈ എം ഓഫ് എറർ സിഗ്നൽ എങ്ങനെയാണ് കിട്ടുന്നത്, ഈ എം ഓഫ് എന്നിൻ്റെ കൂടെ പ്രീവിയസ് സാമ്പിൾ മൈനസ് ചെയ്തിട്ടില്ല. പ്രീവിയസ് സാമ്പിൾ എം ഓഫ് എൻ -1 ആയിരിക്കും അല്ലേ, അതിൻ്റെ ക്വാണ്ടൈസ്ഡ് വേർഷൻ -8 അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇ ഓഫ് എൻ ഈക്വൽ ടു എം ഓഫ് എൻ മൈനസ് എം ഓഫ് എൻ -1 മാത്രമല്ല, അതിൻ്റെ കൂടെ എന്നിട്ട് അതിനെ ക്വാണ്ടൈസ് ചെയ്തിട്ടില്ലേ അല്ലേ, നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് ക്വാണ്ടൈസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ എം ഓഫ് എന്നിൻ്റെ കൂടെ എം ക്യൂ ഓഫ് എൻ -1 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ എം ക്യൂ ഓഫ് എൻ -1 എന്ന് പറയുന്നത് എം ഓഫ് എൻ -1 പ്ലസ് ക്യൂ ഓഫ് എൻ -1 വരും. അപ്പോൾ മൈനസ് സൈൻ എന്ന് പറയുന്നത് ഇ ഓഫ് എൻ എന്ന് പറയുന്നത് എം ഓഫ് എൻ മൈനസ് എം ക്യൂ ഓഫ് എൻ -1 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കണം എം ഓഫ് എൻ മൈനസ് എം ക്യൂ ഓഫ് എൻ -1 എന്ന് പകരം കൊടുക്കണം എം ഓഫ് എൻ -1 മൈനസ് ക്യൂ ഓഫ് എൻ -1 എന്ന് കൊടുക്കണം. ഓക്കെ, അത് ആ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഡെൽറ്റ മോഡലായിട്ടുള്ള കേസിലുള്ള ഇക്വേഷൻസ്. If we consider maximum slope of input waveform m of t, it is clear that the sequence of samples mq of n to increase as fast as in the input sequence of sample m of n is in a region of maximum slope of m of t. Condition to be satisfied is, see നമ്മളൊരു m of n എന്നുള്ള സിഗ്നൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞ് അപ്പോൾ എം ക്യൂ ഓഫ് എൻ എന്നുള്ളത് നമുക്ക് ആ അക്യുമുലേറ്ററിൽ നിന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതൊരു സ്റ്റെയർ കേസ് അപ്രോക്സിമേഷനാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ സിഗ്നൽ പോലെ തന്നെ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷനും ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ്റെ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണല്ലേ. അപ്പോൾ ആ ഈ ഒരു കണ്ടീഷൻ, അതായത് മാക്സിമം സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഡെൽറ്റ ബൈ ടി എസിനും ഡി ബൈ ഡി ടി ഓഫ് എം ഓഫ് ടിക്കും ഇടയിലായിരിക്കണമെങ്കിൽ മാത്രമേ എന്തായുള്ളൂ, ഒറിജിനൽ സിഗ്നലിനോട് കമ്പാരബിൾ ആയിട്ടുള്ള സ്റ്റെയർ കേസ് വേവ് ഫോം കിട്ടുകയുള്ളൂ. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് സിഗ്നലിന് നമ്മൾ സെൻഡ് ചെയ്യുന്ന സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക, ഈ രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഇതിനകത്തുള്ള എറേഴ്സ് ആണ് അല്ലേ, ഡെൽറ്റ മോഡലിൻ്റെ എറർ. അപ്പോൾ സ്ലോപ്പ്, ഓവർലോഡ്, ഡിസ്റ്റോർഷനും ഗ്രാനുലാർ നോയ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വേവ് ഫോം വെച്ചിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ. അപ്പോൾ നമ്മൾ ഒറിജിനൽ സിഗ്നലിനെ പോലെ തന്നെ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ കിട്ടണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു കണ്ടീഷനിൽ സ്റ്റെപ്പ് സൈസ് വളരെ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സാമ്പിൾ എടുക്കുമ്പോൾ എന്താവും, ഈ ഒരു സാമ്പിൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കൂടുതലാണ്, കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഡെൽറ്റ പ്ലസ് ഡെൽറ്റയാണ് ആഡ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് സൈസാണ് ഇങ്ങോട്ടേക്ക് വരും അല്ലേ. ഇനി അടുത്ത് ഈ സാമ്പിൾ എടുക്കുമ്പോൾ എന്താവും, ഈ ഒരു രണ്ട് സാമ്പിൾ എടുക്കുമ്പോൾ എന്താവും, ഇതും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്ലസ് ഡെൽറ്റ കൂടും, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കൂടും. അപ്പോൾ എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, സ്റ്റെപ്പ് സൈസ് വളരെ കുറവാകുമ്പോൾ ഡെൽറ്റ ഈസ് വെരി സ്മോൾ ആകുമ്പോൾ നമ്മുടെ ഒറിജിനൽ സിഗ്നൽ ഇവിടെയാണ്, അല്ലെങ്കിൽ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ കുറച്ച് ദൂരോട്ടാണ് ഉണ്ടാവുക അല്ലേ. അതായത് ഇതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇവിടെ തന്നെ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ വരണം, ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. പക്ഷേ സ്റ്റെപ്പ് സൈസ് വളരെ കുറയുമ്പോൾ ഇതെന്താണ്, ഇത് വളരെ സ്ലാൻറ്റിങ് ആയിട്ട് വരും, അത് ചെരിഞ്ഞിട്ട് പോകുന്ന പോലെ, ഇതിനെ ഫോളോ ചെയ്യാതെ ചെരിഞ്ഞിട്ട് ഇതിൽ നിന്ന് വളരെ ദൂരോട്ടായിട്ട് പോകുന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓവർലോഡ് എറർ. സ്ലോപ്പ് കൂടുതലായി കഴിഞ്ഞാലുള്ള എറർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് കൂടുതലായിട്ട് ചെരിഞ്ഞിട്ടല്ലേ ഇത് പോകുന്നത്. ഓക്കെ, when the step size delta is too small for staircase approximation mq of t to follow a steep segment of the output waveform m of t, with the result that mq of t falls behind m of t. So staircase approximation നമ്മൾ mq of t എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. m of t എന്ന് പറയുന്നത് ഒറിജിനൽ സിഗ്നലാണ്. സപ്പോസ് സ്റ്റെപ്പ് സൈസ് വളരെ കുറവാണെങ്കിൽ ഈ സ്റ്റെയർകേസ് അപ്രോക്സിമേഷന് എം ഓഫ് ടീന്, അതായത് എം ക്യൂ ഓഫ് ടിക്ക് എം ഓഫ് ടീന് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതിനാണ് എന്ത് പറയുന്നത്, സ്ലോപ്പ് ഓവർലോഡർ. വളരെ സ്ലോപ്പ് കൂടി വരും അല്ലേ. വളരെ ചെറിയ സ്റ്റെപ്പ് സൈസ് ആകുമ്പോൾ സ്റ്റെയർകേസ് ഇങ്ങനെ വളരെ സ്ലാൻഡിങ് ആയിട്ട് വരും അല്ലേ. അത് സ്റ്റെപ്പ് സൈസ് സ്റ്റീപ്പ് ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ സ്റ്റെയർകേസിനെ നമ്മൾ ഓർക്കുമ്പോൾ വളരെ ഹൈറ്റുള്ള സ്റ്റെപ്സ് ആണെങ്കിൽ സ്റ്റെയർകേസ് കുത്തനെ നിൽക്കുന്നത് പോലെ ഉണ്ടാവും. അതേസമയം വളരെ ലോവർ സ്റ്റെപ്സ് ആണെങ്കിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റെയർകേസ് ആയിരിക്കും അല്ലേ. കുറേ എന്താ പറയണ്ടേ, കുറേ നന്നായിട്ട് ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു എററാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കേസിൽ വേവ് ഫോം ഇങ്ങനെ സ്റ്റീപ്പായിട്ട് കൂടുന്നു, പക്ഷേ
സ്റ്റെപ്പ് സൈസ് കുറവാകുമ്പോൾ ഇതെന്താവും നന്നായിട്ട് സ്ലോപ്പ് കൂടുതലായിരിക്കും. അതിനാണ് എന്താ പറയുക സ്ലോപ്പ് ഓവർലോഡ് എറർ. When the step size delta is too small for staircase approximation MP of t to follow a steep segment of the output waveform M of t with the result that MP of t falls behind M of t. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. MP of t falls behind M of t. M of t യിൽ നിന്ന് വളരെ മാറിയിട്ടാണ് എന്തുണ്ടാവുക MP of t ഉണ്ടാവുക. This condition is called slope overload and the resulting quantization error is called slope overload distortion or noise. Delta modulator using fixed step size is referred to as linear delta modulator. സാധാരണ നമ്മൾ ഫിക്സഡ് സ്റ്റെപ്പ് സൈസ് ആണ് ഡെൽറ്റ മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡെൽറ്റ മോഡുലേറ്ററാണെന്ന് പറയുന്നത് ഫിക്സഡ് സ്റ്റെപ്പ് ലീനിയർ ഡെൽറ്റ മോഡുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സ്റ്റെപ്പ് സൈസ് വളരെ കുറവാകുമെന്നാണ് സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷൻ ഉണ്ടായിരിക്കും. അതായത് MP of t ഫോൾസ് ബിഹൈൻഡ് M of t ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം നിങ്ങൾ വരക്കണം എക്സാമിന് ചോദിക്കുന്നതൊക്കെ. അപ്പോൾ അതാണ് സ്ലോപ്പ് ഓവർലോഡ്. ഇവിടെ X of t എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പൊതുവെ M of t എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് അപ്രോക്സിമേഷനാണ് ഈ MP of t എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് അക്യുമുലേറ്ററിൽ നിന്നാണ് കിട്ടുക. ഓക്കെ. നെക്സ്റ്റ് കേസ് എന്താണ്? ഗ്രാനുലാർ നോയ്സ് ആണ്. ഗ്രാനുലാർ നോയ്സ് നമ്മൾ ഇവിടെ നോക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന പോർഷനാണ് അല്ലെ. സ്റ്റെപ്പ് സൈസ് വളരെ ഹൈ ആകുമ്പോൾ സ്ട്രെയിറ്റ് പോർഷൻ ഈ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന പോലെയാണ്. നമ്മൾ ഒറിജിനൽ വേവ് ഫോമിന് എന്താ പറയുക വേരിയേഷൻ ഒന്നുമില്ല, നേരെ പോകുന്ന പോലെയാണ്. സ്റ്റെപ്പ് സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഗ്രാനുലാർ നോയ്സ് ഒക്കേഴ്സ് വെൻ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ഈസ് ടു ലാർജ് റിലേറ്റീവ് ടു local slope characteristics of input M of t, thereby causing staircase approximation MP of t to hunt around relatively flat segment of input waveform. Granular noise is analogous to quantization noise in PCM. So ഈ സ്റ്റെപ്പ് സൈസ് കുറവായിരിക്കുമ്പോൾ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷനാണ് വരുന്നത്. സ്റ്റെപ്പ് സൈസ് കൂടുതലായിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസ് നമ്മൾ വരക്കുമ്പോൾ കറസ്പോണ്ടിങ് സിഗ്നൽ വരക്കുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനറി ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അത് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആവാതെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ പോകും. അപ്പോൾ നമുക്ക് ഒറിജിനൽ സിഗ്നൽ കിട്ടില്ല. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത് ഗ്രാനുലാർ നോയ്സ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? സ്റ്റെയർ കേസ് സ്റ്റെപ്പ് സൈസ് വളരെ കൂടുന്ന കേസിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ. That's all about this delta modulation topic. Thank you.